കൊച്ചമ്മയെ വിസ്മരിക്കാൻ പാടില്ലല്ലോ. കൊച്ചമ്മ ഇടവകൾ എല്ലാമാണ്. ഏതൊരു കാര്യം ഇവിടെ ക്രമീകരിച്ചാലും അതിൻ്റെ പിന്നിൽ കൊച്ചമ്മയുടെ കാര്യമുണ്ട്. ശാരീരികമായിട്ട് വളരെ ക്ഷീണം ലഭിച്ച സമയം അവർ നേരവും സന്തോഷത്തോടെ കാര്യങ്ങളിൽ അച്ഛനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു ആക്സിഡൻറ്റ് അച്ഛനുണ്ട്. അതും ഒരു ആദ്യ അനുഭവമായിട്ട് തിരുവല്ലായിൽ നിന്ന് രാത്രി മണ്ണിൽ എനിക്ക് അച്ഛൻ്റെ വാഹനം ഒരു ബൈക്കിൽ കട്ടി ബൈക്കാനാകാതെ പോയി. അച്ഛൻ്റെ വാഹനം മൊത്തം പോയി. അച്ഛൻ്റെ വർഷം കാത്തു വേണ്ടി വലത്തെ കൈക്ക് ഒരു ചെറിയ പ്രയാസം മാത്രം ഉണ്ടായി. അതും മറന്നുപോയി പറഞ്ഞു. അച്ഛൻ്റെ മകനും ഞങ്ങൾക്ക് ഇടവയ്ക്ക് വിലപ്പെട്ട ആളാണ്. എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ഈ മീറ്റിംഗിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ഡേവിഡ് തോമസ് അച്ഛൻ. ഞാൻ തോമസ് ഇത് ബിഹാരി ജില്ലകളാണ്. അച്ഛനുമായിട്ട് എനിക്ക് അടുത്ത പരിചയമില്ല. എങ്കിലും ഇന്നത്തെ അച്ഛൻ്റെ അഗാധയും പ്രസംഗവും കൊണ്ടച്ഛൻ നാം ശരിയായി മനസ്സിലാക്കി. അച്ഛൻ ആരാണ്, എന്താണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഈ നാളുകളിൽ ഇടവകയിൽ 40 ഇടവകളിൽ അച്ഛൻ സേവനം ചെയ്തു. കൊച്ചമ്മയും ഈ സമയത്ത് എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും നമ്മുടെ ഈ വാർഷിക ഇറങ്ങുന്ന അച്ഛനെയും കൊച്ചമ്മയും വളരെ സന്തോഷത്തോടെ നീളാം തോമസ്. അദ്ദേഹവും തൻ്റെ സേവനകാലം വടക്കേന്ത്യയിൽ ചെലവഴിച്ചു. അവിടെ ഇടവകയും സഭയിൽ നേതൃസ്ഥാനം വഹിച്ചിരുന്നു. ഇവിടെ കടന്നു വന്നപ്പോഴും അദ്ദേഹത്തെ ആരും കഴിഞ്ഞു. ആദ്യം തന്നെ ആ ഇടവക ശുശ്രൂഷകനായി തോന്നുന്നു. ഇപ്പോൾ ഇടവക സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യുന്നു. ആ അദ്ദേഹത്തെയും ഫാമിലി ഈ യോഗത്തിലേക്ക് സുസന്തോഷം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ അജിത് ജോൺ സാർ, നമുക്കറിയാം ഏത് കാര്യത്തിലും അജിസാറിൻ്റെ സാന്നിധ്യമുണ്ട്. ഇടവകയിലെ എല്ലാ പദവിയും ഏറ്റെടുത്ത് ഭംഗിയായി ഈ നാളിൽ സഭാ